പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒരു ദിവസം വേദ വളരെയധികം നേരത്തെ തന്നെ എഴുന്നേറ്റ് വരുന്നുണ്ട്. സാധാരണ വിക്രമായിരിക്കും നേരത്തെ എഴുന്നേറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ വേദയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. പക്ഷേ അന്ന് വേദ വളരെ നേരത്തെ എഴുന്നേറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ്. എല്ലാ ദിവസവും വിക്രമല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ ഇന്ന് വിക്രത്തിന് റെസ്റ്റ് എടുത്തോട്ടെ എന്നുള്ള ഒരു മനോഭാവത്തിലായിരിക്കും വേദ നേരത്തെ എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വേദ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പച്ചക്കറിയൊക്കെ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും വിക്രം കടന്നു വരുന്നത്. അപ്പോൾ വിക്രം ആണെങ്കിലും വേദയെ അറിയാതെ പുറകിൽ നിന്നായിരിക്കും ഇങ്ങനെ ഹഗ് ചെയ്യുന്ന പോലെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ, വേദ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട്. അപ്പോൾ വേദയാണെങ്കിലും പറയും, എന്താ വിക്രം ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വന്നത്, ഞാൻ പേടിച്ചു പോയി. അപ്പോൾ വിക്രം ആണെങ്കിലും പറയും, അങ്ങനെ പേടിക്കണോ, ഇത് നിൻ്റെ വിക്രം അല്ലേ, എൻ്റെ ഇന്ന് നേരത്തെയാണല്ലോ എഴുന്നേറ്റത്. ഒന്നുമില്ല, എനിക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല, പിന്നെ എല്ലാ ദിവസവും എൻ്റെ വിക്രമല്ലേ ഉണ്ടാക്കി തരുന്നത്, അപ്പോൾ ഇന്നൊരു മാറ്റമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ തയ്യാറാക്കാനായിട്ട് തുടങ്ങി. ഇനിയും കുറച്ച് പണിയുണ്ട്, ചോറായി, പക്ഷേ പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കെന്തായാലും സംസാരിച്ചിരിക്കുക, വിക്രം ഇവിടെ ഇരിക്കുക, ഞാൻ കട്ടൻ ചായ വെച്ച് തരാം എന്ന് പറഞ്ഞിട്ട് വിക്രത്തിന് കുടിക്കാനായിട്ട് കട്ടനൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവരിങ്ങനെ പച്ചക്കറിയൊക്കെ എരിഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്, വേഗം തന്നെ ഒന്ന് അനിയൻകുട്ടൻ്റെ എല്ലാ കാര്യവും ഒന്ന് ശരിയായാൽ മതിയായിരുന്നു, ഇവിടെ ഇങ്ങനെ എത്ര നാളെന്ന് പറഞ്ഞിട്ട് തുടരുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് വേദ വിക്രത്തിന് യാത്ര പറഞ്ഞിട്ട് ജോലിക്ക് വേണ്ടി പോകുന്നു. വിക്രം സാധാരണ പോലെ തന്നെ പള്ളിയിൽ അച്ഛൻ്റെ അവിടെ സ്ഥലത്തേക്ക് വർക്കിന് വേണ്ടിയിട്ടും ചെല്ലുന്നു. അങ്ങനെ വേദ തേയിലത്തോട്ടത്തിലെത്തി ജോലി ചെയ്യാൻ തുടങ്ങുകയായി. കുറേ സമയം ജോലി ചെയ്യുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഉച്ച സമയത്ത് പതിവ് പോലെ തന്നെ എല്ലാവരുടെയും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അവർ ചിരിച്ചും കളിച്ചും ഒക്കെ ആകും ഭക്ഷണം കഴിക്കുന്നത് പതിവ് പോലെ തന്നെ. ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടൊക്കെ ഭക്ഷണമൊക്കെ ഇങ്ങനെ കഴിക്കുന്നുണ്ട്. ആ സമയം വേദയ്ക്ക് ചെറുതായിട്ടൊരു തലകർക്കും ഇങ്ങനെ തോന്നുന്നുണ്ടായിരിക്കും. പക്ഷെ വേദ അത് മൈൻഡ് ചെയ്യാതെ വീണ്ടും ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പാത്രമൊക്കെ കഴുകി വീണ്ടും ജോലി ചെയ്യാനായിരിക്കും തുടങ്ങുന്നത്. അപ്പോൾ അവിടെയുള്ളവർ വേദയെടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ ഉണ്ട്, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. കാരണം വേദയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും വേദ അത് കാണിക്കാതെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് കാണുമ്പോൾ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മേരി ചേച്ചി ആണെങ്കിലും ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മോളെ, എന്ത് പറ്റി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇല്ല എനിക്കൊരു കുഴപ്പമില്ല എന്നിങ്ങനെ പറഞ്ഞ് വേദ അത് കാര്യമാക്കാതെ വിടുകയായിരിക്കും ചെയ്യുന്നത്. പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും വേദ തലകറങ്ങി വീഴുകയാണ്. അവിടെയുള്ളവർ വേദയുടെ അടുത്ത് ഓടി ചെല്ലുന്നുണ്ട്. അതുപോലെ തന്നെ മേരി ചേച്ചി ആണെങ്കിലും വേഗം വെള്ളം കൊണ്ടുവന്ന് തളിച്ച് വേദയെ മോളെ മോളെ എന്ന് പറഞ്ഞിങ്ങനെ ഉറക്കെ വിളിച്ചിങ്ങനെ എഴുന്നേൽപ്പിക്കുന്നൊക്കെ ഉണ്ട്. ആ സമയം അപ്പോൾ വേദ കണ്ണുകളിങ്ങനെ പതുക്കെ തുറക്കുന്നുണ്ട്. ശേഷം പതുക്കെ എഴുന്നേറ്റ് അവിടെ ഒരു സ്ഥലത്ത് എല്ലാവരും കൂടി വേദയെ ഇരുത്തുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റിയതാണ് മോളെ, ഞങ്ങൾ നേരത്തെ ചോദിച്ചതായിരുന്നല്ലോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ എന്ന്. അപ്പോൾ വേദയാണെങ്കിലും പറയുന്നുണ്ട്, ആ സമയത്ത് എനിക്ക് ചെറിയൊരു തലകർക്ക് മാത്രം തോന്നിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് എനിക്ക് എന്താണെന്നറിയില്ല, ഞാനാണെങ്കിൽ ഭക്ഷണം കഴിച്ചതായിരുന്നു, പിന്നെ പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് ഇനിയിപ്പോൾ എൻ്റെ തോന്നലായിരിക്കും എന്നൊക്കെ തോന്നിയത് കൊണ്ടാണ് ഞാനൊന്നും പറയാതിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വേദ പറയുന്നുണ്ട്. അപ്പോൾ മേരി ചേച്ചി ആണെങ്കിലും പറയുന്നുണ്ട്, ഏതായാലും ഇനിയിപ്പോൾ മോള് ജോലിയൊന്നും ചെയ്യണ്ട, നമുക്ക് ഇന്ന് വേഗം വീട്ടിലേക്ക് പോകാം, ഞാൻ മോളെ കൊണ്ടാക്കി തരാം എന്ന് പറയുന്ന സമയത്ത് വേദ പറയും, ഇല്ല മേരി ചേട്ടത്തി, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, എന്തായാലും ഇപ്പം ഞാൻ ബെറ്റർ ആയിട്ടുണ്ട്, കുറച്ച് വെള്ളം കുടിച്ചപ്പോൾ തന്നെ ഒരു ഉഷാറ് വന്ന പോലെയുണ്ട്, ഇനിയിപ്പോൾ വിക്രം അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ ടെൻഷനാവും, ഇനിയിപ്പോൾ എന്തായാലും ചെല്ലണ്ട, വൈകുന്നേരം തന്നെ ചെന്നാൽ മതി എന്നിങ്ങനെ പറയുന്ന സമയത്ത് മേരി ചേട്ടത്തി പറയുകയാണ്, അതൊന്നും പറ്റില്ല, മോളെ നോക്കേണ്ട ഉത്തരവാദിത്തം എൻ്റെയാണ്, ഇല്ലെങ്കിൽ എന്നെ ശരിയാക്കും, അത് മാത്രമല്ല എനിക്ക് അങ്ങനെ മോൾക്ക് ഇങ്ങനെ ഒരു വയ്യേകം കണ്ടതിന് ശേഷം വീണ്ടും ജോലി എടുപ്പിക്കാനായിട്ട് തോന്നുന്നില്ല മോളെ എന്നൊക്കെ പറഞ്ഞ് വേദയെ അവിടെ ഇരുത്തിയതിന് ശേഷം മാനേജറുടെ അടുത്തേക്കായിരിക്കും മേരി അടുത്ത് പോകുന്നത്. അപ്പോൾ മേരി ചേട്ടത്തി അവിടെ ചെന്നിട്ട് മാനേജറോട് കാര്യം പറയുന്നുണ്ട്. അപ്പോൾ മാനേജറാണെങ്കിൽ ഇപ്പോൾ വേദയെ കുറച്ച് പേടിയാണല്ലോ, അപ്പോൾ പിന്നെ വേദയുടെ കാര്യം ആയതുകൊണ്ട് തന്നെ ശരി വേണമെങ്കിൽ വണ്ടി ഏർപ്പാടാക്കാം എന്ന് പറഞ്ഞ് വണ്ടിയൊക്കെ ഏർപ്പാടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ മേരി ചേട്ടത്തി ആണെങ്കിൽ ആ ഒരു വണ്ടിയിൽ വേദയെ ആ വീട്ടിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്നു. അപ്പോൾ അവിടെയാണെങ്കിൽ വിക്രം അതുപോലെ തന്നെ അനിയൻകുട്ടനൊക്കെ വന്ന് ഇരിക്കുന്നുണ്ടാവും. അവർക്ക് ഇന്ന് അത്ര പണിയൊന്നും ഉണ്ടായിരുന്നില്ല പറമ്പിൽ. അപ്പോൾ അവിടെ ഇങ്ങനെ ഇരുന്ന് ഭക്ഷണമൊക്കെ ഇങ്ങനെ വാരി കൊടുക്കുമായിരിക്കും വിക്രം. അപ്പോൾ ആ ഒരു സമയത്തായിരിക്കും മേരി ചേട്ടത്തി മോനെ വിക്രം ഓടിവായോ എന്ന് പറഞ്ഞിങ്ങനെ വിളിയായിരിക്കും കേട്ടോ വിക്രം കേൾക്കുന്നത്. അപ്പോൾ അനിയൻകുട്ടന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവിടെ വെച്ചതിന് ശേഷം ആ ഒരു വിളി കേൾക്കുന്ന സമയത്ത് വിക്രം ഓടി ചെല്ലുന്നുണ്ട്. അപ്പോൾ ഓടി ചെന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് വേദയെ താങ്ങി നിൽക്കുന്ന മേരി ചേട്ടത്തിനെ ആയിരിക്കും വിക്രം കാണുന്നത്. ആ കാഴ്ച കാണുമ്പോൾ തന്നെ
വിക്രം ശരിക്കൊന്ന് ഷോക്കായി, ആകെ വല്ലാതെ ടെൻഷനായതിനു ശേഷം വേദയുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ് വിക്രം. അങ്ങനെ ഓടി ചെന്നിട്ട് മേരി ചേട്ടത്തിയോട് ചോദിക്കുന്നുണ്ട്, ഏടത്തി എന്തു പറ്റിയതാണ് വേദയ്ക്ക് എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തലയിറങ്ങി വീണതാണ് എന്നൊക്കെ പറയുന്നു. വിക്രം ആണെങ്കിലും ചേട്ടത്തിയോട് തന്നെ ചോദിക്കുകയാണ്, വേദ ഇന്ന് ഭക്ഷണം കഴിച്ചില്ലായിരുന്നോ ചേട്ടത്തി എന്ന് ചോദിക്കുന്ന സമയത്ത് കഴിച്ചായിരുന്നു മോനെ, ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത്, ആ സമയത്തൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ വിക്രം ആണെങ്കിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെ വേദ അവിടെ ബെഞ്ചിൽ പിടിച്ച് ഇരുത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇരുത്തിയതിന് ശേഷം വേദയോട് പറയുകയാണ്, നമുക്ക് വേഗം ആശുപത്രിയിൽ പോവാം എന്ന് പറയുമ്പോൾ വേദയാണെങ്കിലും പറയും, എനിക്കിപ്പം നടന്ന് വരാനൊന്നും വയ്യ വിക്രം, ഒന്ന് കിടന്നാൽ ചിലപ്പോൾ ഓക്കെ ആവുമായിരിക്കും എന്ന് പറയുന്ന സമയത്ത് വിക്രം ദേഷ്യപ്പെട്ട് പറയും, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ശരി നീ എന്തായാലും ഇവിടെ ഇരുന്നാൽ മതി, ഏതെങ്കിലും ഡോക്ടർമാരെ ഇങ്ങോട്ട് വരാൻ പറ്റുമോ എന്ന് നോക്കാം എന്നിങ്ങനെ പറയുന്നു. അപ്പോൾ അതുപോലെ തന്നെ മേരി ചേട്ടത്തി ചോദിക്കുകയാണ്, ഏതെങ്കിലും ഡോക്ടർമാരുണ്ടാവുമോ ഇടത്തി എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഇടത്തി ആണെങ്കിലും പറയുന്നുണ്ട്, ഒരു ഡോക്ടറുണ്ട്, വയസ്സായവരും അതുപോലെ തന്നെ നടന്ന് ചെന്ന് കാണാൻ പറ്റാത്തവരെയൊക്കെ കാണുന്ന ഒരു ഡോക്ടറുണ്ട്, ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരാം, കുറച്ച് കവലയ്ക്ക് അപ്പുറത്തുള്ളൊരു ഡോക്ടറാണ്, എന്തായാലും ചെന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡോക്ടർ എന്തായാലും വരാതിരിക്കില്ല, നല്ലൊരു മനുഷ്യനാണ് മോനെ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. എന്നിട്ട് ആ ഡോക്ടറുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വിക്രത്തിന് പറഞ്ഞു കൊടുത്തതിന് ശേഷം വിക്രം അവിടെ നിന്ന് പോവുകയാണ് ഡോക്ടറെ വിളിക്കാനായിട്ട്. വിക്രം അങ്ങനെ ഡോക്ടറെ വിളിക്കാനായിട്ട് നടന്നായിരിക്കും ചെല്ലുന്നത്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ മേരി ചേട്ടത്തി ഗീവർഗീസിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ വിക്രം ഇങ്ങനെ നടന്നു പോകുന്ന വഴിയിൽ വെച്ച് തന്നെ ഗീവർഗീസ് ഇച്ചായം വന്നിങ്ങനെ വിക്രത്തെ വണ്ടിയിൽ ഇങ്ങനെ കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അവർ ഡോക്ടറെ കൊണ്ടായിരിക്കും തിരിച്ച് വരുന്നത്. അപ്പോൾ ഡോക്ടർ വേഗം വേദയെ പരിശോധിക്കാനായിട്ട് അകത്ത് ചെന്ന് പോകുന്നുണ്ട്. ഒരു ലേഡി ഡോക്ടർ ആയിരിക്കും. അപ്പോൾ വേദയെ നല്ല രീതിയിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിക്രമാണെങ്കിലും പുറത്ത് വല്ലാതെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ അവരെല്ലാവരും ആശ്വസിപ്പിക്കുന്നുണ്ട്, ഗീവർഗീസ് ഇച്ചായനും അതുപോലെ തന്നെ മേരിച്ചേട്ടത്തേക്ക് നല്ലപോലെ ആശ്വസിപ്പിക്കുകയാണ്, പേടിക്കാനൊന്നും ഉണ്ടാവില്ല, നല്ല ഡോക്ടറാണ്, എല്ലാം കറക്റ്റായിട്ട് പറയും, അതുകൊണ്ട് ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, എല്ലാ മരുന്നുകളും എഴുതി തരുമ്പോൾ അത് കഴിച്ച് കഴിയുമ്പോൾ എല്ലാം ശരിയായിക്കോളും മോനെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ അവരുടേതായ രീതിക്ക് അവർ മാക്സിമം അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്, നാട്ടിൻപുറത്തുകാരാണല്ലോ. അപ്പോൾ ഡോക്ടറാണെങ്കിലും പരിശോധനയൊക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് ഇങ്ങനെ വരികയാണ്. ഡോക്ടർ പുറത്ത് വരുന്നത് കാണുമ്പോൾ തന്നെ വേഗം ഡോക്ടറുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ് വിക്രം. ശേഷം ചോദിക്കുകയാണ്, ഇപ്പോൾ എങ്ങനെയുണ്ട് ഡോക്ടർ വേദയ്ക്ക്, എന്തു പറ്റിയതാണ് വേദയ്ക്ക്, ആകെ ടെൻഷനായിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഡോക്ടർ ഒന്നും തോന്നരുത്, ഇപ്പം എന്താണ് അവസ്ഥ എന്നിങ്ങനെ ചോദിക്കുന്നു. ആ സമയം ഡോക്ടറുടെ മറുപടി വളരെ ഷോക്കിംഗ് ആയിരിക്കും. അതായത് ചിരിച്ചുകൊണ്ട് ഡോക്ടർ പറയുകയായിരിക്കും, ഷീ ഈസ് പ്രഗ്നൻറ്റ്, പേടിക്കാനൊന്നുമില്ല എന്ന് പറയുന്ന സമയത്ത് വിക്രം ആണെങ്കിൽ ആകെ ഷോക്കായിട്ട് സന്തോഷം കൊണ്ട് ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ നിറയുന്നുണ്ട്, ഇങ്ങനെ ഒന്ന് കുറച്ച് സമയത്തേക്കൊന്ന് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നുണ്ട് കേട്ടോ ഡോക്ടർ നോക്കിയിട്ട് ഇങ്ങനെ വളരെയധികം സന്തോഷത്തോടെ. അപ്പോൾ ഡോക്ടറോട് പിന്നെ ഒന്നും പറയാനൊന്നും നിൽക്കുന്നുണ്ടാവില്ല. അവിടെ നിന്ന് ഡോക്ടറുടെ അടുത്ത് നിന്ന് വേഗം ഓടി ചെല്ലുന്നത് വിക്രം അകത്തേക്കായിരിക്കും, വേദയുടെ അടുത്തേക്ക്. അപ്പോൾ വേദയുടെ അടുക്കിലേക്ക് ഓടിയെത്തി വേദയെ സ്നേഹത്തിൽ പുണർന്ന് ഹഗ്ഗൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ വളരെയധികം ഇങ്ങനെ സന്തോഷത്തിൽ പറയുന്നുണ്ട്, എനിക്ക് ഒരുപാട് സന്തോഷമായി എന്ന് പറഞ്ഞിങ്ങനെ വേദയെ ഹഗ് ചെയ്തിട്ട് പറയുകയാണ്. വേദ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഞാനൊരു അച്ഛനാകാൻ പോകുകടി. അപ്പോൾ വേദയാണെങ്കിലും കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, അതേ വിക്രം, നമ്മൾ പാരൻസ് ആവാൻ പോവുകയാണ്, ഒരു കൊച്ചു വിക്രമോ ഒരു കൊച്ചു വേദയോ അധികം വൈകാതെ ഉണ്ടാകും എന്നൊക്കെ പറയുന്നു. വേദയുടെ കണ്ണുകളും വളരെ സന്തോഷത്തിൽ ഇങ്ങനെ നിറയുന്നുണ്ട്. അപ്പോൾ വേദയുടെ വയറ്റിൽ ഇങ്ങനെ തൊട്ടുകൊണ്ട് വിക്രം സ്നേഹം പ്രകടിപ്പിക്കുന്നൊക്കെ ഉണ്ട്, വളരെയധികം സന്തോഷത്തോടെ ആയിരിക്കും അതിങ്ങനെ പ്രകടിപ്പിക്കുന്നത്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും സന്തോഷവും ഒക്കെ നിറഞ്ഞിട്ടുള്ള ആ ഒരു ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞും കൂടി വരാൻ പോവുകയാണ് അവർക്ക്. ഇനി നീ ജോലിക്കൊന്നും പോകണ്ട എന്ന് വിക്രം പറയുമ്പോൾ വേദയാണെങ്കിലും പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല വിക്രം, ഞാൻ പൊക്കോളാം എന്ന് പറയുമ്പോൾ, ഇനി ഞാൻ പറയുന്നത് നീ കേട്ടാൽ മതി, നീ ഇവിടെ ഇരുന്നാൽ മതി, ഞാൻ ജോലിയൊക്കെ ചെയ്ത് വേണ്ടതൊക്കെ കൊണ്ടുവന്നോളാം, എന്തായാലും നമുക്കിത് കുറേ കാലത്തേക്കൊന്നും അല്ലല്ലോ, അനിയൻകുട്ടൻ സംസാരിച്ച് തുടങ്ങിയാൽ നമ്മൾ ഇവിടുന്ന് പോകുമല്ലോ എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വിക്രം ആണെങ്കിലും പറയുന്നുണ്ട്, ഈ ഒരു സന്തോഷ വാർത്ത അമ്മയും അച്ഛനും കൂടി അറിഞ്ഞിരുന്നെങ്കിൽ ഒരുപാട് സന്തോഷിച്ചേനെ എന്നിങ്ങനെ പറയുന്ന സമയത്ത് വേദയാണെങ്കിലും പറയുകയാണ്, അതേ വിക്രം, അവർക്ക് പക്ഷേ ഇത് അറിയാനുള്ളൊരു അവസരം ഇപ്പോൾ ഇല്ലല്ലോ, ഇനി ഏതായാലും നമ്മൾ അങ്ങോട്ട് പ്രശ്നങ്ങളൊക്കെ മാറി ചെന്ന് കഴിയുമ്പോൾ അറിഞ്ഞാൽ മതി, അപ്പോൾ അവർക്ക് നമ്മളെ കാണുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു സന്തോഷ വാർത്ത കൂടി അറിയുമ്പോൾ അവർക്ക് ഇരട്ടി സന്തോഷമായിക്കോളും, ഒരു സർപ്രൈസായിട്ട് ഇത് പറയാം എന്നൊക്കെ ഇങ്ങനെ വേദയാണെങ്കിലും പറയുകയാണ്. അപ്പോൾ വിക്രമാണെങ്കിലും പറയുന്നുണ്ട്, എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാലേ, അപ്പോൾ അവർക്കിതൊരു സർപ്രൈസും കൂടി ആകും എന്നുള്ള രീതിക്ക് വിക്രവും സംസാരിക്കുന്നു. വിക്രമാണെങ്കിൽ വീണ്ടും സങ്കടത്തിൽ പറയുന്നുണ്ട്, അമ്മയുടെ
അമ്മയുടെ വലിയ ആഗ്രഹവും സ്വപ്നവും ആയിരുന്നു നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ഒരുമിച്ച് കഴിയുന്നതും സന്തോഷത്തോടെ കഴിയുന്നതും പിന്നെ ഒരു കുഞ്ഞുണ്ടാവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. ഇപ്പം നമ്മൾ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാനും അമ്മയ്ക്ക് കഴിഞ്ഞില്ല, ഈ ഒരു സന്തോഷ വാർത്ത അറിയിക്കാനായിട്ട് സാധിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ സങ്കടത്തോടെ പറയുമ്പോൾ വേദിയാണെങ്കിലും ആശ്വസിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഇത് കുറച്ച് ദിവസത്തേക്കല്ലേ വിക്രം, സങ്കടപ്പെടേണ്ട, ഏതായാലും കുറച്ച് ദിവസം കഴിഞ്ഞ് ചെന്ന് കഴിയുമ്പോൾ എല്ലാവരും അറിയുമല്ലോ, അപ്പം നമുക്ക് സന്തോഷത്തോടെ എല്ലാവരും ഒത്ത് നല്ല രീതിയിൽ തന്നെ മുൻപോട്ട് പോവുക എന്നുള്ള രീതിക്ക് വേദിയും സംസാരിച്ച് വിക്രത്തെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അധികം വൈകാതെ തന്നെ ഇവരുടെ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞു വരാൻ പോവുകയാണ്. അപ്പോൾ ഇനി നമ്മൾ കാണുന്ന പവിത്രത്തിൽ വേദിയുടെയും വിക്രത്തിൻ്റെയും ഒരു കൊച്ചു കുഞ്ഞുണ്ടാവും. ആദ്യം കൊച്ചുകുട്ടിയെയും പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം, അതായത് 5 വർഷത്തിന് ശേഷമുള്ള സ്റ്റോറിക്കായിരിക്കും കാണിക്കാനായിട്ട് പോകുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.